ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം യാക്കോബ് ശ്ലീഹ 3-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനത്തെ ആസ്പദമാക്കിയാണ്. യാക്കോബ് 3:2 നമ്മൾ വായിക്കുന്നു, സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏതൊരുവനും പരിപൂർണനാണ്. പരിപൂർണതയ്ക്ക് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. മത്തായി 5:48 വായിക്കുമ്പോൾ, സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരാകണം. പറയുകൊണ്ട് നമ്മുടെ വിളി പരിപൂർണതയിലേക്കാണ്. അതിന് നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. സംസാരത്തിൽ തെറ്റുവരാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 36-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നു, മനുഷ്യൻ പറയുന്ന ഓരോ വാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. പറയുണ്ട് ഇവിടെ സംസാരത്തിൽ നമ്മൾ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്, നാം മിണ്ടേണ്ടത് എപ്പോഴാണ്, അത് അറിഞ്ഞിരിക്കണം. മിണ്ടേണ്ട സമയം, മിണ്ടാതിരിക്കേണ്ട സമയം. ഒരു 6-7 വചനഭാഗങ്ങളിലൂടെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് നാം മിണ്ടേണ്ടത് എപ്പോഴാണ് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, കർത്താവ് മിണ്ടാൻ കൽപ്പിച്ചാൽ നാം നിശബ്ദരാകരുത്, മിണ്ടണം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 18:9 ഇക്കാര്യം പൗലോസിനോട് കർത്താവ് കൽപ്പിക്കുന്നത് കാണാൻ പറ്റും. നിശബ്ദനാകാതെ നീ പ്രസംഗിക്കുക. അങ്ങനെ ദൈവം ഒരു കൽപ്പന തന്നാൽ, ഒരു നിർദ്ദേശം തന്നാൽ നാം മിണ്ടണം, നിശബ്ദരാകരുത്. രണ്ടാമത്തെ കാര്യമാണ്, അനീതിക്കെതിരെ ശബ്ദിക്കേണ്ടി വരുമ്പോൾ നാം നിശബ്ദരാകരുത്. മർക്കോസ് 6-ാം അധ്യായം 18 മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, സ്നാപക യോഹന്നാൻ ഹെറോദേസിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. ഹെറോദേസ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഒരനീതി, ഫിലിപ്പിൻ്റെ ഭാര്യയെ അവൻ സ്വന്തമാക്കാനുള്ള അവൻ്റെ തീരുമാനം നമ്മൾ കാണുന്നു. സ്നാപക യോഹന്നാൻ ചെന്നിട്ട് പറയുകയാണ്, നീ ശരിയല്ല, നീ ചെയ്യുന്ന കാര്യം ശരിയല്ല. അങ്ങനെ അനീതിക്കെതിരെ ശബ്ദമുയർത്തിയ സ്നാപക യോഹന്നാനെ അവിടെ നമുക്ക് കാണാൻ പറ്റും. മൂന്നാമത്തെ കാര്യമാണ്, വചനം വ്യാഖ്യാനിക്കാനുള്ള അവസരം വരുമ്പോൾ നാം നിശബ്ദരാകരുത്. ആ അവസരം പ്രയോജനപ്പെടുത്തി വചനം പറയണം, വചനം വ്യാഖ്യാനിക്കണം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 13-ാം അധ്യായം 13 മുതൽ വായിക്കുമ്പോൾ അങ്ങനെ ഒരു അവസരം പൗലോസിനുണ്ടായി. അവൻ എഴുന്നേറ്റ് നിന്ന് ഞാൻ വചനം വ്യാഖ്യാനിക്കാം എന്ന് പറയുന്ന ഒരു രംഗം അവിടെ നമുക്ക് കാണാൻ സാധിക്കും. വചനം പറയാൻ, വചനം വ്യാഖ്യാനിക്കാൻ നമുക്കൊരവസരം വരുമ്പോൾ നാം നിശബ്ദരാകരുത്, അവിടെ നമ്മൾ സംസാരിക്കണം. നാലാമത്തെ കാര്യമാണ്, ആരെങ്കിലും നമ്മളെ അഭിവാദനം ചെയ്യുമ്പോൾ മിണ്ടാതിരിക്കരുത്, പ്രത്യഭിവാദനം നമ്മൾ ചെയ്യണം. തിരിച്ച് നമുക്ക് അവരെ ഗ്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. പ്രഭാഷകൻ 41:20 വചനം നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മെ വിഷ് ചെയ്യുന്നവരെ തിരിച്ച് വിഷ് ചെയ്യാതിരിക്കുന്നതിൽ നാം ലജ്ജിക്കണം, അത് ലജ്ജാകരമായ ഒരു കാര്യമാണ് എന്നാണ്. അഞ്ചാമത്തെ കാര്യം, നാം പറയുന്നത് വിമോചനത്തിന് കാരണമാകുമെങ്കിൽ നാം മിണ്ടാതിരിക്കരുത്, മിണ്ടണം. അതാണ് എസ്തേറിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 14 മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുക, ഇസ്രായേൽ ജനത്തിനൊരു വിമോചനം ലഭിക്കേണ്ടതിന് എസ്തേർ രാജ്ഞി സംസാരിക്കേണ്ട ഒരു സമയമുണ്ടായിരുന്നു. മൊർദെഖായി പറഞ്ഞത്, ഇപ്പോൾ നീ സംസാരിക്കേണ്ട ഒരു സമയമാണ്. മിണ്ടാതിരുന്നാൽ ദൈവജനത്തിൻ്റെ കാര്യം ദൈവം ചെയ്യും, പക്ഷേ നിനക്കതിൻ്റെതായിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. ആറാമത്തെ കാര്യമാണ്, നാം പറയുന്നത് നമ്മെ കേൾക്കുന്നവർക്ക് ഒരു പ്രചോദനം നൽകുമെങ്കിൽ, ആത്മീയ ചൈതന്യം നൽകുമെങ്കിൽ നാം മിണ്ടാതിരിക്കരുത്, മിണ്ടണം. എഫേസസ് 4-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വചനം അത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സുഭാഷിതങ്ങൾ 16:24 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, പറയുന്നത് ഹൃദ്യമായ വാക്കാണെങ്കിൽ അത് തേനറ പോലെയാണ്. അത് പറയാനുള്ള ഒരു കടമ, അത് പറയാനുള്ള അവസരം വരുമ്പോൾ
നാം അത് പറയണം എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അവസാനമായിട്ട് നമുക്ക് എടുക്കാവുന്നത് പ്രഭാഷകൻ 4:23. അവിടെ പറഞ്ഞിട്ടുണ്ട്, സന്ദർഭം ഉചിതമെങ്കിൽ നീ പറയാതെ പോകരുത്. അത് നാം മിണ്ടേണ്ട ഒരു സാഹചര്യമാണ് എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നാം മിണ്ടേണ്ട ഒരു സന്ദർഭമാണോ, മിണ്ടാതിരിക്കേണ്ട ഒരു സന്ദർഭമാണോ എന്ന് നമ്മെ പഠിപ്പിക്കേണ്ടത് വിവേകമാണ്. അതിന് പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു കൃപയ്ക്കും അഭിഷേകത്തിനുമായി നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്കിനി ദിവ്യകാരുണ്യത്തിലേക്ക് തിരിയാം, അവിടുത്തെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ച നമുക്ക് ഏതാനും തിരുവചനങ്ങളുടെ പിൻബലത്തോടെ ദൈവത്തിൽ നിന്നും സൗഖ്യവും സമാധാനവും അഭിഷേകവും പ്രാപിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ കാണുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായം 37-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് യെശയ്യാ 65-ാം അധ്യായം 24-ാമത്തെ വചനം പറയുന്നത്, എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ആ പ്രാർത്ഥന തീരും മുമ്പ് ഞാൻ അവർക്ക് ഉത്തരം നൽകിയിരിക്കും എന്നാണ്. ജെറമ്യായുടെ പുസ്തകം 32:27 വായിച്ചാൽ അവിടെ പറയുന്നുണ്ട്, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് എന്തെങ്കിലും അസാധ്യമാണോ? ഏതാനും നിമിഷങ്ങൾ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമ്മുടെ എല്ലാ അവസ്ഥകളും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം. അവിടുത്തെ അനുഗ്രഹം നമുക്ക് പ്രാപിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. കർത്താവേ, ഞങ്ങളുടെ അവസ്ഥകൾ, ഞങ്ങളുടെ ആവശ്യങ്ങൾ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥകളും ആവശ്യങ്ങളും എല്ലാം അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് ഇപ്പോൾ പരിഗണിക്കണമേ. അതെല്ലാം ഏറ്റെടുത്ത് നിറവേറ്റി തരുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ശിരസ് നമിക്കാം. താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കുകയും ചെയ്യാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന.